അഗ്നിസാക്ഷി ഭാഗം 32. എൻ്റെ വിവാഹമോ? അവൻ മനസ്സിലാവാതെ ചോദിച്ചു. അതെ, എന്താ നിനക്ക് വിവാഹമൊന്നും വേണ്ട? വയസ്സെത്രയെന്നാ? കാശി ചോദിച്ചു. എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വേണ്ടത്? അമ്മണി അമ്മയ്ക്ക് പ്രായമായി വരിക. മകൻ്റെ വിവാഹം കാണാനും അവളൊരു കുഞ്ഞിൻ്റെ താലോലിക്കാനും അവർക്കും ഉണ്ട് മോഹം. അതെന്താ നീ മനസ്സിലാക്കാത്തത്? കാശി ചോദിച്ചു. ജിത്തു അമ്മയെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവന് വിഷമം തോന്നി. ജിത്തു, ഇനിയും നിന്നെ ഇങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ വിവാഹം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേട്ടതും ജിതൻ ഞെട്ടി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്കൂടി സമ്മതം വേണ്ടേ? നിനക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത പെണ്ണ. നിനക്കിഷ്ടപ്പെട്ട ഒരു കാലത്ത് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിരുന്നവർ ഇങ്ങനെ നിൽക്കുന്ന രുക്മിണി തന്നെ. രുക്മിണി ചൂണ്ടി കാശിനാഥൻ പറഞ്ഞതും എല്ലാവരും അമ്പരന്നു. രുക്കു ഞെട്ടലോടെ അവരെ നോക്കി. കാശിയേട്ടാ, ഇല്ല, ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല, രുക്കു പറഞ്ഞു. കാരണം എനിക്കിഷ്ടമില്ല. ആര്? ജിതനെയോ? അത് നീ നിലത്ത് നോക്കിയല്ല, എൻ്റെ മുഖത്ത് പോയൊക്കെ പറ. കാശി പറഞ്ഞത് കേട്ട് അവൻ ഞെട്ടി. കഴിയില്ല രുക്കു, ഒരിക്കലും നിനക്ക് ജിതനെ ഇഷ്ടമല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരാളെ സംബന്ധിച്ച് അവരുടെ ആദ്യ പ്രണയം അവർക്ക് പ്രിയപ്പെട്ടതാണ്. എത്രയൊക്കെ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായാലും ആദ്യമായി പ്രണയിച്ച ആളെ മറക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയവരാ ഞാനും കാശിയേട്ടനും. പാർവതി പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു. ജിതനെ ഇഷ്ടമല്ലെന്ന് നിനക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവനായിരുന്നു നിൻ്റെ ആദ്യത്തെ പ്രണയം, അല്ലേ? അവൾ ഞെട്ടലോടെ പാർവതിയെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേണ്ട, ജിത്തുവിൻ്റെ നല്ലവനാ. എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി ജിത്തുവിനെ കിട്ടും. നല്ലൊരു പെൺകുട്ടി അവന് കിട്ടുമായിരിക്കും. പക്ഷേ ആ പെൺകുട്ടിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ അവന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രുക്കു? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇതിനു എത്രയോ മുമ്പേ തന്നെ അവനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാമായിരുന്നില്ലേ? ചെയ്തു അവൻ. കാരണം അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഭാര്യയുടെ സ്ഥാനത്ത് നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം, കാശി പറഞ്ഞു. രുക്കു കരഞ്ഞുകൊണ്ട് ജിതനെ നോക്കി. അവന് നിറകണ്ണുകളോടെ പ്രതീക്ഷയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. കാശിയേട്ടാ, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ വിഷുവിട്ട് അവൻ്റെ കാര്യമൊത്ത് നീ വിഷമിക്കട്ട. ഇതിനെന്തെങ്കിലും എതിർത്തുമായി അവൻ വന്നാൽ വെട്ടി അരിയും ഞാൻ അവനെ. നിങ്ങളുടെ ഒരു രോമത്തിൽ പോലെ തരാൻ ഞാൻ അവനെ അനുവദിക്കില്ല, കാശി വീറോടെ പറഞ്ഞു. രുക്കു ഒന്നും പറയാതെ മുഖം കുനിച്ച് നിന്നു. പാർവതി അവളുടെ തോളിൽ കൈവച്ചു താടിക്ക് പിടിച്ച് അവളുടെ മുഖം ഉയർത്തി. മോളെ, ജീവിതം ഒന്നേ ഉള്ളൂ, അതിങ്ങനെ ഒന്നിനു വേണ്ടി നശിപ്പിച്ച് കളയരുത്. മരണം ഏത് നിമിഷവും എന്നെ പിടികൂടാം എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്നേഹിച്ച ആളോടൊപ്പം കുറച്ചു കാലമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ വന്നവളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ കണ്ണേട്ടനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. നിൻ്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാലം വിശ്വനാഥൻ എന്ന ഒരു തടസ്സം മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതുണ്ടാവില്ല. നീ ഇപ്പോൾ ഈ വിവാഹം നിരസിച്ചാലും നിന്നെ മറക്കാനോ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാനോ ജിത സമ്മതിക്കില്ലെന്ന് നിനക്കും അറിയാം. നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണം രുക്കു. അവൾ നിസ്സഹായയായി പാർവതിയെ നോക്കി. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നു കള. ഇനി പുതിയ തുടക്കം, പുതിയ ജീവിതം, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, പാർവതി പറഞ്ഞു. രുക്കു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് സമ്മതമാണ് ചേച്ചി. ചിത്തേട്ടനെ മറക്കാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്ക് ഞാൻ ചേട്ടനെ സ്നേഹിച്ചിരുന്നു. വിശ്വയുടെ ചിത്തേട്ടനെ എന്തെങ്കിലും ചെയ്തു കളയെന്ന് പേടിച്ചിട്ട് ഞാൻ ഇത്രയും കാലം എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നത്. പാറവളുടെ മുടിയിൽ തലോടി ആശ്വസിപ്പിച്ചു. മോൾ പേടിക്കണ്ട, ചിതൻ ആരും ഒന്നും ചെയ്യില്ല, ഞങ്ങളുണ്ട് കൂടെ. രുക്കു അകന്ന് മാറി കണ്ണുകൾ തുടിച്ചു. അത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. കാശ് ചിത്തുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്താടാ, സന്തോഷമായില്ലേ? ചിത്ത് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. എക്സെട്രാ, അതൊക്കെ പിന്നെ, ഇതിൻ്റെ ചിലവ് വേണം കേട്ടല്ലോ, അവൻ പതിയെ ജിതൻ്റെ ചെവിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? പാറ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, സൂക്ഷിച്ചാണെന്നാ പറഞ്ഞത്, കാശി വേഗം പറഞ്ഞു. അവളൊന്ന് ഇരുത്തി മൂളി. കാശി തിരിഞ്ഞു നിന്ന് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച്. ഇപ്പോൾ പെട്ടേനെ, ദൈവം കാത്തു, അവൻ പറഞ്ഞു. അല്ല, അമ്മണിയമ്മയും അപ്പച്ചി ഒന്നും പറഞ്ഞില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ മോൻ്റെ ഇഷ്ടം എൻ്റെയും ഇഷ്ടം, അതുകൊണ്ട് തന്നെ എനിക്ക് 100 വട്ടം സമ്മതമാണ്, അമ്മണിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും പിന്നെ സുശീലയെ നോക്കി. ഇതേതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. എന്താ നിൻ്റെ അഭിപ്രായം സുശീലേ? സഹദേവൻ ചോദിച്ചു.
ഒരിക്കൽ ഞാനെടുത്ത ഒരു തീരുമാനം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെയായത്. ഇനി എനിക്കൊന്നും പറയാനില്ല. അവളുടെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം. അത് കേട്ടതും ഏവർക്കും സന്തോഷമായി. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്താം, എന്താ? യശോദ ചോദിച്ചു. അതെ, എല്ലാവരും പറഞ്ഞു. കുടുംബക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ രീതിയിൽ ഒരു താലികെട്ട്. വൈകുന്നേരം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു റിസപ്ഷൻ നടത്തി. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുകയെ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി സ്റ്റേജിലേക്ക് നടന്നു വരുന്നത് കണ്ട് രുക്കു ഞെട്ടി. പേടിയോടെ അവൾ ജിതൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ കാര്യം മനസ്സിലാവാതെ അവൾ നോക്കിയ ഇടത്തേക്ക് നോക്കി. സ്റ്റേജിലേക്ക് നടന്നു വരുന്ന വിശ്വനാഥനെ കണ്ട് അവനൊന്ന് പരിഭ്രമിച്ചു. പിന്നെ രുക്കുവിൻ്റെ കയ്യിൽ പിടിച്ച് പേടിക്കേണ്ട എന്ന അർത്ഥത്തിൽ കണ്ണ് ചിമ്മി. അവൻ അവരുടെ അരികിലേക്ക് ചെന്നു. അയ്യോ, പേടിക്കണ്ട കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വന്നതല്ല. വധൂവരന്മാർക്കൊരു ആശംസ നേരം വന്നതാണ്. അതിന് നിന്നെ ഞങ്ങൾ വിവാഹത്തിന് ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ, ജിതൻ ദേഷ്യത്തോട് പറഞ്ഞു. വിളിക്കാത്തയിടത്ത് വലിഞ്ഞു കയറി വരുന്നത് ഇവൻ്റെ സംസ്കാരമല്ല, അത് കാര്യമാക്കണ്ട. നാണവും മാനം ഉള്ളവരോടൊക്കെയേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, കാശി പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ മുഖം ചുവന്നു. ഡാ വേണ്ട, എന്തൊക്കെയായാലും ഞാനല്ലേ ഇവളുടെ കഴുത്തിൽ ആദ്യമായിട്ട് താരി കിട്ടിയത്. ഞാനല്ലേ ഇവളെ ആദ്യമായിട്ട് അനുഭവിച്ചത്. എൻ്റെ വെച്ചിരുത് നിന്ന് വേറെ പലരും ഉണ്ടല്ലോ ഇവിടെ, അവൻ വീണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പരിഭ്രമത്തോടെ മുഖം തിരിച്ചു. ഡാ, ഇവിടെ നല്ലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്, കാശി ദേഷ്യത്തോട് പറഞ്ഞു. പോവാടാ, അല്ലാതെ ഇവിടെ കയറി പൊറുക്കാൻ വന്നതല്ല, ഇവളെ കണ്ടിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അതും പറഞ്ഞ് അവൻ രുക്കുവിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ കരുതി ഇനി നിന്നെ ഒന്നിനും കൊള്ളില്ലെന്നാ, അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തതും. പക്ഷേ ഇപ്പോൾ നീ നന്നായൊന്നും മെണുങ്ങിയിട്ടുണ്ട്. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ അങ്ങനെ വിട്ടുകളയിലായിരുന്നു. അവളെ വെറിയോടെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. രുക്കുവിന് തൊലി ഉരിയുന്നത് പോലെ തോന്നി. ജിതൻ ദേഷ്യത്തോടെ അവൻ്റെ കൊളറിൽ കടന്നു പിടിച്ചു. ഡാ, രുക്കു ഇന്നെൻ്റെ ഭാര്യയാണ്, എൻ്റെ മുച്ചിൽ അവളോട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അവൻ രോഷത്തോടെ മറന്നു. ജിതു വേണ്ട, വിട്, എല്ലാവരും പറഞ്ഞു. അവൻ പതിയെ പിടിവിട്ടു. വിശ്വ, ഡിവോഴ്സ് കഴിഞ്ഞതോടെ നീ ഇവളും തമ്മിലുള്ള ബന്ധവും അവസാനിച്ചു. ഇനി ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാർ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട. മെമ്പർ അടക്കമുള്ള ആളുകൾ എന്തിനും തയ്യാറായി രോഷത്തോടെ അവനെ നോക്കുന്നത് കണ്ട് അവനൊന്ന് ഭയന്നു. ശരി, ഞാനിപ്പോൾ പോവുക. പക്ഷേ ഇതൊന്നിൻ്റെ അവസാനമാണെന്ന് കരുതരുത്, ഇത് ആരംഭമാണ്, പലതിൻ്റെ ആരംഭം. എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. വരാന്തയിലേക്ക് കയറവേ പാർവതിക്ക് ദേഹമാകെ കുഴിയുന്നത് പോലെ തോന്നി. കാശിയെ വിളിക്കാൻ ഒരുങ്ങിയതും ബോധം മറിഞ്ഞ് അവൾ താഴേക്ക് വീണു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി. പാറു, കാശി ഓടി വന്ന് അവളെ പിടിച്ചു. പാറു, എണീക്ക്, എന്താ പറ്റിയത്? കാശി അവളെ കുലുക്കി വിളിച്ചു. പക്ഷെ അവൾ കണ്ണു തുറന്നില്ല. കാശിയുടെ നോക്കി എന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കാം, വീണ പറഞ്ഞു. കാശി അവളെ എടുത്ത് വണ്ടിയിൽ കയറ്റി. വണ്ടി ശരവേഗത്തിൽ പാഞ്ഞു. ICUവിന് മുന്നിൽ എല്ലാവരും അക്ഷമയോടെ നിന്നു. കുറച്ച് സമയത്തിന് ശേഷം അനന്ത് പുറത്തേക്ക് വന്നു. അവനെ കണ്ടതും കാശി എന്നിട്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു. അനന്തു, എൻ്റെ പാറു എങ്ങനെയുണ്ട്? അവൻ ആദ്യയോട് ചോദിച്ചു. അനന്ത് വിഷമത്തോടെ അവനെ നോക്കി. സോറി കാശി, അവളുടെ കണ്ടീഷൻ വളരെ മോശമായിരിക്കുക, ലിവർ മാറ്റിവെക്കുകയല്ലാതെ വേറെ വഴിയില്ല. അത് കേട്ടതും അവൻ ധരിച്ചു നിന്നുപോയി. എല്ലാവരും അത് കേട്ട് ഞെട്ടി. ഈ ചെറിയ സമയത്തിനുള്ളിൽ O നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ഒരു ഡോണറെ കിട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ്സ് ഇംപോസിബിൾ, അന്ത് പറഞ്ഞു. കാശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ സമയം വീണ മുന്നോട്ട് വന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? O നെഗറ്റീവ്? അതെ, പാർവതിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ്, ആ ഗ്രൂപ്പിലുള്ള ആളെ തന്നെ വേണം. അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. എൻ്റേതോ നെഗറ്റീവാ, ഞാൻ തരാം, പാർവതിക്ക് എൻ്റെ കരം ഞാൻ പകുത്തു തരാം. വീണ പറഞ്ഞത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കി. തുടരും.